ആരും ഇതിൽ നിരാശപ്പെടേണ്ടതില്ല. എനിക്ക് രാത്രിയിൽ ഡ്യൂട്ടിയായി പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ മാസമുറയുടെ അവസരമാണല്ലോ, ഒരു സ്ത്രീകളും നിരാശപ്പെടണ്ട. ഞാൻ ഹൈദുകാരിയായ ഈ അവസരത്തിലാണല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോ പ്രസവിച്ച് കിടക്കുന്ന നേരം ഇതായി പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സന്ദർഭമാണല്ലോ, അല്ലെങ്കിൽ ഞാൻ കഠിനമായി അധ്വാനിക്കേണ്ടുന്ന ഒരു ഡ്യൂട്ടിയിലായി പോയല്ലോ, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാനൊരു യാത്ര ചെയ്യേണ്ടി വന്നല്ലോ. ആരും നിരാശപ്പെടേണ്ടതില്ല. ഓരോരുത്തരുടെയും കഴിവുകൾ, ഓരോരുത്തരുടെയും കഴിവ് കേടുകൾ, രോഗികൾ ആരാവട്ടെ, പ്രയാസമുള്ളവരാകട്ടെ, ആരും നിരാശപ്പെടേണ്ടതില്ല. എല്ലാവർക്കും കിട്ടും ലൈലത്തുൽ ഖദർ. പരിഗണിക്കണമെന്ന് മാത്രമേയുള്ളൂ. പ്രാർത്ഥിക്കണം, ഈ രാവിന്റെ മഹത്വം എനിക്ക് കിട്ടണം. എന്തൊക്കെയാണ് ആവുന്നതെങ്കിൽ ചെയ്യണം, ആവുന്നത് ചെയ്തേക്കുക. എത്രയാണ് ഓരോരുത്തരുടെയും കഴിവും കഴിവുകേടുമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യരല്ല, റബ്ബാണ്. ആ റബ്ബിന്റെ മുമ്പിൽ നമുക്കൊരു വഞ്ചനയും നടത്താനൊട്ട് പറ്റുകയുമില്ല. അവനറിയാം നമ്മുടെ കഴിവും കഴിവുകേടുകളും. അതിനനുസരിച്ച് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് നമ്മൾ നിർവഹിക്കുക. എല്ലാവർക്കും കിട്ടും പുണ്യം. ആർത്തവകാരികളും അതേപോലെയുള്ള ആളുകളും ഒക്കെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ദുആ ചെയ്തുകൂടെ? ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൂടെ? അറിയുന്ന മനപ്പാടമുള്ള ഖുർആൻ ഓതിക്കൂടെ? ദിക്റുകൾ ചൊല്ലിക്കൂടെ? ഖദറിന്റെ രാത്രിയാണ്, മഹത്വമാണ്, പരിഗണിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. പരിഗണിക്കുന്നവർക്കൊക്കെ അതിന്റെ മഹത്വം കിട്ടും. പിന്നെ ആർക്കാണത് തടയപ്പെടുക? മറ്റു രാവുകളെ പോലെ അലസമായി അവൻ കാണുകയാണ്, അവൻ ഉറങ്ങുകയാണ്, അവൻ കളിയിലും ചിരിയിലും വിനോദത്തിലുമാണ്. അവൻ പരിഗണിച്ചിട്ടേയില്ല, അങ്ങനെ ഒരു മഹത്വം അവൻ കൽപ്പിച്ചിട്ടേയില്ല. ഒന്നും അവൻ ചെയ്യാൻ തയ്യാറല്ല. അവനതൊക്കെ ഈസിയാണ്. അങ്ങനെയുള്ളവർ മഹറൂമീങ്ങളായിരിക്കും, അവർ തടയപ്പെടും. അതല്ലാത്ത ഇതിനെ ആശിക്കുന്ന, ഗൗരവത്തോടെ കാണുന്ന, ആവുന്നത് ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുമെന്ന് നമ്മൾ സന്തോഷിക്കുക. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ടതുമില്ല.